ഇരുന്നിരുന്ന് ഒരടി അടിച്ചപ്പോ എന്താ നോക്കുന്നേ? ഞാനാ അടിച്ചേ. എടുക്കെടുക്ക, കാശെടുക്ക, കാശെടുക്ക്. എന്നിട്ടും ഞാൻ ഫുള്ള. എനിക്ക് ഫുള്ള. എന്റത് 2 രൂപ. എടോ, എനിക്ക് 3.4 ബോട്ടിനെങ്കിലും ഒന്ന് പോണം. പോയിക്കൂടാ. ആര് പറഞ്ഞു പോണ്ടാന്ന്? പോണം പോണം പോണം. ഇവിടെ ഫുള്ള് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് ചീട്ടില്ല. ഫുള്ളിന്റെ കാശ് വന്നിട്ട് പോ. ഞാൻ ഇതൊന്ന് തീർത്തിച്ച് വരാം. ഇതൊരുമാതിരി രാമേശ്വരത്തെ ക്ഷൗരം പോലെയാണല്ലോ. എടോ, ജീവിക്കാൻ ഇപ്പൊ ചീട്ടുകളിയേ മാർഗുള്ളൂ. 16 തലയും 34 ഷെയ്വും ഡെയിലി ചെയ്തുകൊണ്ടിരുന്നവനാണ് ഈ കുട്ടപ്പി. ആ ചെറ്റ ക്ലിയോപാറ്റ കട തുറന്ന പിന്നെ ഒരുത്തിന് എന്റെ കടയിലേക്ക് വരാതെ. അതെന്താ? നീ അവന്റെ അടുക്കള കണ്ടിട്ടില്ല? എന്റെ ദൈവമേ, 3 ദിവസം മുമ്പുള്ള ചോറ് അവൻ അരച്ച് ഇഷ്ടയാക്കും. മെച്ചമുള്ള മീൻകറിയിലെ കഷ്ണങ്ങളൊക്കെ പിറ്റേന്ന് ഫ്രൈ ആക്കും. 5-10 മിനിറ്റ് അവന്റെ കടയിലിരുന്നാല് ശ്വാസം മുട്ടും. എടോ, താനിതൊന്ന് തീർക്ക്. എനിക്ക് ശ്വാസം മുട്ടുന്നല്ലോ. അയ്യോ, നീ ആര്? അറക്കൽ ബീബിയുടെ കൊച്ചുമോനോ? അല്ല, ടിപ്പു സുൽത്താൻ വരുമോ? ഓ, ക്ലിയോപാട്ര തുടങ്ങി. നീ എന്റെ അമ്മയ്ക്ക് വേണമെങ്കിൽ വിളിച്ചോ, പക്ഷെ എന്റെ അമ്മായിയമ്മയ്ക്ക് വിളിക്കരുത് കേട്ടോ. എടാ, നീയും നിന്റെ അമ്മായിയും തമ്മിലുള്ള ബന്ധം എനിക്കറിയണേ. രണ്ടുപേരോട് ഇവിടെ കിടന്ന് നാറ്റിക്കാനാണ് പറഞ്ഞ് തല്ലിക്കൊന്ന് കാലും പറഞ്ഞേക്കാം. അത് ഇയാളോട് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഈ മനോരോഗിയെ കൊണ്ട് നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കുന്നതിന്റെ ശിക്ഷ എന്താണെന്ന് അറിയാമോ? 10 വർഷം തടവും 10,000 രൂപ പിഴയും. അറിയോ? അത്രേ ഉള്ളല്ലേ? കേസ് ഒന്ന് കാണട്ടെ. കൊടുക്കും. കേസ് കൊടുക്കുന്നു മാത്രമല്ല, വായനശാലയുടെ വാർഷികത്തിന് കളിക്കാൻ പോണ നാളെത്തിന് തന്റെ റോൾ കട്ട് ചെയ്യുകയും ചെയ്യും. വൃത്തിയും വെടിപ്പുള്ളവർ മാത്രം സ്റ്റേജിൽ കയറിയാൽ മതി. എന്നിപ്പോ ഞാനെന്താ ചെയ്യേണ്ടത്? പറഞ്ഞേ. ആദ്യം താൻ ആ കായലോട്ടിറങ്ങി 2 മണിക്കൂർ കിടക്കണം. ഈ അഴുക്കൊക്കെ ഒന്ന് കുതിരട്ടെ. എന്നാ കായലിൽ നീതൊക്കെ ചത്തു തന്നെ. നല്ല കട്ടിയുള്ള ചകിരെടുത്ത് തൊലി ഇളവുന്നേരം തേക്കണം. ആനയെ കുളിപ്പിക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ. എളിക്കല്ലേ, ഒരുപാട് എളിക്കല്ലേ. തെറി പറച്ചിലിനും കാശ് വെച്ച് ചീട്ട് കളിക്കുന്നതിനും തന്നെയും തന്റെ സിൽബന്ധികളെയും പറ്റി ബോട്ട് യാത്രക്കാർ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചിരുന്നാൽ നല്ലത്. ജീവിക്കാൻ ഒരു തൊഴിൽ അറിയാലോ തനിക്ക്. അത് ചെയ്താ പോരെ. കയറി പോണോ, ഷേവിങ് ആൾക്കാർ വന്നിരിക്കുന്നു. എല്ലാരും പോണം. വിളിച്ചുണർത്തടോ. ആകാശം ഇടിഞ്ഞു വീണാ പോലും അറിയത്തില്ല. ആകാശം ഇടിഞ്ഞു വീണാലും വാനിന്റെ മുകളിലല്ലേ വീഴൂ. എടാ പാൽ മോനെ, നീ പോയി പിള്ളേച്ചനെ വിളിച്ചുണർത്തറാ. ഇതുവരെയുള്ള കണക്ക് തീർത്ത് മുഴുവനുണ്ട്. അല്ല, കണക്കിന് കുറവൊന്നുമില്ലല്ലോ. നോട്ടിന് കണക്ക് കുറവുണ്ടേ. എച്ചിത്തരം പറയാതെ ചേട്ടാ, നക്കിത്തരം കാണിക്കുന്നതല്ല ഈ ജമ്പിലെങ്കും പിള്ള. അപ്പൊ കഴിഞ്ഞവണ കാശ് പറഞ്ഞ് ഏത് തരാനാവും? മണ്ടത്തരം. ക്ലാർനെറ്റ് കുഞ്ഞപ്പന്റെ സുഗന്ധിയുടെയും കെട്ടുകൾ തമ്മിലേ മാറിപ്പോയി. ഐ മീൻ നോട്ട് കെട്ടുകൾ. അന്ന് കുറഞ്ഞ തുക കൂടി ഇപ്പൊ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ദേ ഇങ്ങോട്ട് നോക്കിയേ, വേലത്തരവില്ല. ദുരാഗ്രഹമേ, അതെന്റെ നാടകത്തിന്റെ പേരാ. എനിക്കതില്ല. അപ്പൊ 2-ാം തീയതി വണ്ടി എടുക്കണോ? മോള് വീട്ടിലേക്കല്ലേ? ഞാൻ ആ ജംഗ്ഷൻ കവല വരെ പോയിട്ട് വരാം. അച്ഛാ, വീട്ടിലെ കാര്യങ്ങൾ അറിയാലോ? ഒക്കെ എനിക്കറിയാം. മോള് പോയിക്കോ. കാശെടുക്ക്. ഫുള്ളുള്ള ഒരു 40 രൂപ എടുക്ക്. കള്ളക്കളി കളിക്കരുത് കേട്ടാ. അപ്പൊ ഫുള്ളാണല്ലേ 40 രൂപ കൊണ്ട്. എടാ കുട്ടപ്പി, എന്തേലും കാശില്ല, നാളെ തരാം. കളിക്കാതിരിക്കും, ആലോചിക്കും കാശുണ്ടോ ഇല്ലെന്നുള്ളത്. വീട്ടിലേക്ക് അരി സാമാനം മേടിക്കാൻ കാശ് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അരി സാമാനം ഇതെന്താ 20 രൂപ, ബാക്കി 20 വന്നിട്ട് കളിക്കാൻ ഇരുന്നാ മതി. എനിക്ക് എടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. 300 രൂപയുടെ കളി ഞാൻ കളിച്ചതല്ലേ, എന്നെ ഒന്ന് വിശ്വസിക്കൂ കുട്ടപ്പി. വിശ്വസിക്കാൻ താൻ ആര്? യേശു ക്രിസ്ത. എനി കളിച്ചാൽ ഷർട്ട് മൂടി ഞാൻ അടിച്ചു വാങ്ങും. ഒന്ന് അടിച്ചു പോകുവേ. കിട്ടിയതും കൊണ്ട് സ്ഥലപ്പെടാൻ നോക്കണ്ട. ഞാൻ കാശും കൊണ്ടുവരും, പോയതെല്ലാം തിരിച്ചു പിടിക്കും. നോക്കിക്കോ. വേണ്ട കാശുണ്ടെങ്കിൽ കളിച്ചാൽ വേണ്ടെങ്കിൽ വേണ്ട. പോയ കാശ് ഇന്ന് പോകും, നാളെ കിട്ടും. എന്താപ്പത്?
ഗൾഫിൽ നല്ല ഭക്ഷണം കിട്ടില്ലേ, അതുകൊണ്ട് നാട്ടിൽ വന്ന ഇവ അലാറം വെച്ച് ഉണർന്നിരുന്നു. അപ്പൊ പയ്യന് ഗൾഫിൽ എന്ത് ജോലിയാണെന്ന് പറഞ്ഞ്? അത് ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാൻ. ഞാനത് പറഞ്ഞു കൊടുത്തു. എന്തായാലും ഒരു വലിയ ഉദ്യോഗമായിരിക്കും. തുറന്നു പറയാലോ, എനിക്ക് അവിടെ പെയിന്റിംഗ് ആണ് ജോലി. പെയിന്റിംഗ് വലിയ കമ്പനിയിൽ ജോലിയായിരിക്കുന്നല്ലേ പറഞ്ഞു? ഗൾഫിൽ വലിയ കമ്പനി എന്ന് വെച്ചാൽ 10-100 നിലയുള്ള കെട്ടിടങ്ങളാണ്. അതൊക്കെ പെയിന്റ് ചെയ്യാന്ന് വെച്ചാൽ അത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല. രാവിലെ പെയിന്റുമായിട്ട് ഹെലികോപ്റ്റർ കയറി പോകും. അയ്യോ, അല്ലാതെ ഇവിടുത്തെ പോലെ ഏണി നിന്നുള്ള പെയിന്റിംഗ് അല്ല. അഭിപ്രായം എന്താണെന്ന് അവർക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ വിവരം പറയാം. ഇപ്പൊ കഴിച്ച ഐറ്റംസ് മാത്രം വെച്ച് ഒന്നും പറയാൻ പറ്റില്ല. ഏതായാലും ചൈനീസും കോണ്ടിനെന്റലും ഒന്ന് പ്രാക്ടീസ് ചെയ്തോളൂ. വീട്ടിൽ ചെന്ന് ആലോചിച്ച ശേഷം വിവരം അറിയിക്കാം. മതി. മുഹമ്മദ് ഉണ്ണിയുടെ ഡയലോഗില് ആ കിളവൻ ഫ്ലാറ്റ് ഒരു വിധത്തില് തല ഊരിക്കൊണ്ട് പോന്നു എന്ന് പറഞ്ഞാ മതി. നാണയില്ലല്ലോ. ശാപ്പാടെങ്ങനെ ഇത്രയും മെനക്കെട്ടതിന് മുതലാക്കിയോന്നോ? കൊള്ളാം. ഗുലാബ് ജാം, ഡ്രൈഡ് ഗുൽഫി, മലൈ കോഫ്ത, ആലു ഡംഡം, പിന്നെ പേരറിയാത്ത 1-2 ഡംഡം. ഓരോന്നിന്റെയും രുചി ഓർത്താ ആ പെണ്ണിനെ തന്നെ കെട്ടാൻ തോന്നും. എന്നാ പിന്നെ അങ്ങ് കെട്ടാമായിരുന്നില്ലേ? തീറ്റിപ്പണ്ടാരത്തിന് നല്ല കൂട്ടാമായിരുന്നല്ലോ. കെട്ടാമായിരുന്നു, പക്ഷെ ഒരു ഹീറോയിൻ മനസ്സിനകത്ത് കയറി താമസം തുടങ്ങിപ്പോയില്ലേ. അയ്യോ മുതലാളി ഒന്നു സലാം മുതലാളി. നമസ്കാരം മുതലാളി. സലാം മുതലാളി. അയ്യോ, നമസ്കാരം മുതലാളി. എന്താടാ ഡോറ് തുറന്നു തരാൻ നിനക്ക് കമ്മീഷൻ തരണം? ഞങ്ങളങ്ങോട്ട് തുറക്കാൻ ഓങ്ങിയതാ, അതിനു മുമ്പേ മുതലാളി തുറന്നു. ഞങ്ങളിപ്പോ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു മുതലാളിയെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ. എന്താന്ന് ഞാൻ പറയില്ല. പറയാൻ എന്നെ കൊന്നാലും ഞാൻ പറയില്ല മുതലാളി. പറയാൻ പറഞ്ഞില്ല. അതുകൊണ്ട് തെറ്റേ മുതലാളി. ഇന്നലെ കാലത്ത് പത്രം നോക്കിയപ്പോ ഈ ചർമ്മ വാർത്തയില് ഇതേ ഐശ്വര്യമുള്ള മുഖം ഞാൻ കണ്ട്. ഇന്നലെ ഒരു പോളെ കണ്ണടച്ചില്ല, പച്ചവെള്ളം ഞാൻ കുടിച്ചില്ല മുതലാളി. അങ്ങനെയാണെങ്കിൽ ഞാനും ഒരു സ്വപ്നം കണ്ടു. നീ എന്താ കണ്ടേ? മുതലാളി കെട്ടിത്തൂക്കി ചത്തുപോയ ദൈവം സ്വപ്നം കണ്ടു. മുതലാളി നുണ, പച്ച നുണ. ഇല്ലാത്തവരെ നുണകൾ പറഞ്ഞിട്ട് മുതലാളിന്റെ അടുത്ത് കാശടിക്കാനുള്ള പരിപാടിയാ. കള്ളന്മാരെ അത് നീ മുതലാളിന്റെ അടുത്ത് കിട്ടിയാലേ. ആരടാ കൊല കൊടുന്ന് വഴി തൂക്കിയിരിക്കുന്നത്? നോക്കിയാലും ബോണ്ട അലമാരിക്കകത്തിരിപ്പുണ്ട്. തിന്നോ മുട്ടിക്കാൻ പറ്റുള്ളൂ. നമസ്കാരമുണ്ടേ മുതലാളി. അതാ പിന്നെ വേറെ കള്ളൻ. ഇന്നെങ്കിലും എന്റെ കടയിൽ വന്നൊരു ചായ കുടിച്ചാൽ കൊള്ളാം. വേണ്ട, ചായ ഉന്മേഷം പകരാനുള്ള ഒരു പാനീയമാണെന്ന് എനിക്കറിയാം. പക്ഷെ അത് തന്റെ കടയിൽ വന്ന് കുടിച്ചാൽ ചിലപ്പോ കോളർ വന്ന് ഞാൻ ചത്തു. വേണ്ട വേണ്ട, സൂപ്പിക്കണ്ട. വേണ്ട. കഴിഞ്ഞ ആഴ്ച ഞാൻ വരണമെന്ന് കരുതിയതാ. വെട്ടിക്കാട്ട് മുക്കില് ഒരു പഴയ തറവാടിന് ഞാൻ വില പറഞ്ഞിരുന്നുവല്ലോ. ഒരുപാട് തടിപ്പണിയുള്ള ഒരു എട്ടുകെട്ടല്ലേ ഞങ്ങൾ കാണിച്ചു തന്നത്? അത് ഞാൻ വാങ്ങിച്ചു. ഞങ്ങൾ അറിയാതെ അത് വാങ്ങിയോ? അതെന്താ? അത് വാങ്ങാനുള്ള കാശ് കയ്യിലുണ്ടോ? കാശില്ല. പിന്നെ അറയും നേരെയൊക്കെ വെട്ടിപ്പൊളിച്ചപ്പോ ഒരു ദുർലക്ഷണം തുടങ്ങി. പത്തായത്തിനകത്ത് വയസ്സായ ഒരു രക്ഷസാരം പിടിച്ചു കെട്ടി ചുരുട്ടി കൂട്ടി നടക്കല്ല് വെച്ച് ആണിയടിച്ചു. ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നിടത്ത് ഇങ്ങനെയുള്ള രക്ഷസമ്പാദ്യമൊന്നുമില്ലല്ലോ. ഇത് രക്ഷസിന്റെ ഫാമിലിയേ അല്ല, നല്ല അന്തസ്സുള്ള തറവാട്ടുകാരുടെ വീടാ. പിന്നെ പണ്ട് അവിടെ ഒരു കേസ് കെട്ടൊക്കെ ഉണ്ടായിരുന്നു. കേസ് കേട്ടാ? അത് പിന്നെ എന്താ? എന്താ എടാ, നേരെ ചുവ പറയടാ. ലഭിക്കാൻ എന്നാലും നല്ല അന്തസ്സുള്ള തറവാട്ടുകാരാ. മച്ചിലോട്ട് രാജാവ് പണ്ട് കട്ടിലിട്ട തറവാടാ. ആ കട്ടിൽ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ആ കട്ടിൽ വേണം മുതലാളിക്ക് കയറി കിടക്കാം. ഇവനായിരുന്നു ബ്രോക്കർ മാമ. മോനെ ഇവിടുന്ന് നിന്റെ ചത്തുപോയ തന്ത കുഴിന്ന് എഴുന്നേറ്റ് വരുമ്പോ അതുമ്മ പിടിച്ചു കിടത്ത് കേട്ടാ. എനിക്ക് കുറച്ച് സംസാരിക്കാണ്ട്, കടയിലല്ലേ, ഞാൻ പോയിട്ട് വരാം. ശരി ശരി. വീട് നോക്കാൻ പോവാ മലയാളി. ഇവിടെ അടുത്ത വളവില്ല.